അടുത്ത ഒരു കാറ്റഗറി ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഫെറൈറ്റ്സ് ആണ്. അപ്പോൾ ഈ ഫെറൈറ്റ്സ് എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പാരാമാഗ്നറ്റിക് അതുപോലെ ഡയാമാഗ്നറ്റിക് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിൽ വരുന്നതല്ല. അത് വേറൊരു ക്ലാസ് ഓഫ് മെറ്റീരിയൽസ് ആണ്. ദെൻ ഫെറൈറ്റ്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ നെയിം ഗിവൺ ടു ദ റീസെൻ്റ്ലി ഡിസ്കവേർഡ് സെറാമിക് മെറ്റീരിയൽസ്. ഇതൊരു സെറാമിക് മെറ്റീരിയൽസാണ്, അടുത്തിടെയായിട്ട് കണ്ടുപിടിച്ച ഒരു സെറാമിക് മെറ്റീരിയൽസാണ്. ഈ സെറാമിക് മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഫെറോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നു, അതായത് സ്ട്രോങ് ആയിട്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന സെറാമിക് മെറ്റീരിയൽസാണ് ഫെറൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഫെറൈറ്റ്സ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ നമ്മളാദ്യം അയൺ ഓക്സൈഡ്, അതുപോലെ തന്നെ ആൽക്കലൈൻ എർത്ത് മെറ്റീരിയൽ, ഏതെങ്കിലും ഒരു ആൽക്കലൈൻ എർത്ത് മെറ്റീരിയൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ബേരിയം. അപ്പോൾ ഈ അയൺ ഓക്സൈഡിനെയും അതുപോലെ തന്നെ ബേരിയത്തിനെയും എടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്യും, പൊടിച്ച്, എന്നിട്ട് പൊടിച്ചതിന് ശേഷം അതിനെ നമ്മളൊരു ഡിസൈഡ് പൗഡറാക്കി മാറ്റും. ആ പൗഡറിനെ നമ്മളൊരു ഡിസൈഡ് ഷേപ്പിൽ പ്രസ് ചെയ്തെടുക്കും. നമുക്ക് ആവശ്യമായ ഷേപ്പിലേക്ക് അതിനെ മാറ്റും, ഈ ഒരു പൗഡറിനെ മാറ്റും. അതിന് ശേഷം എന്ത് ചെയ്യും, അതിനെ ഹൈ ടെമ്പറേച്ചറിൽ ബേക്ക് ചെയ്തെടുക്കും. അങ്ങനെ എടുക്കുന്ന മെറ്റീരിയൽസ്, ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് പൗഡറാക്കി അത് ബേക്ക് ചെയ്ത് എടുക്കുന്ന ഈ മെറ്റീരിയൽസിനെയാണ് ഫെറൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫെറൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു സെറാമിക് മെറ്റീരിയലാണ്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഫെറൈറ്റ്സിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് 50ക്കും 3000നും ഇടയ്ക്കാണ്. അപ്പോൾ അത്രയും ഹൈ റിലേറ്റീവ് പെർമിയബിലിറ്റി ഉള്ള മെറ്റീരിയൽസാണ് ഫെറൈറ്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇത് സെറാമിക് മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ അത് ഇൻസുലേറ്ററായിട്ടാണ്. അതായത് ഇലക്ട്രിസിറ്റിയെ അത് കണ്ടക്ട് ചെയ്യുന്നില്ല. ഇലക്ട്രിക്കലി അത് ഇൻസുലേറ്ററാണ്, ബട്ട് അത് മാഗ്നറ്റിക് മെറ്റീരിയലും ആണ്. അപ്പോൾ ഇനി ഈ നമ്മുടെ സെറാമിക് മാഗ്നറ്റ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെറാമിക് മെറ്റീരിയൽ അതുകൊണ്ട് തന്നെ നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ ലാച്ചസിൽ നമുക്കറിയാം, ഫ്രിഡ്ജ് നമ്മൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ അതൊരു മാഗ്നറ്റ് പോലെ അത് ഒട്ടിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള റെഫ്രിജറേറ്ററിൻ്റെ ലാച്ചസിൽ നമ്മൾ ഈ ഉപയോഗിക്കുന്നത് ഈ സെറാമിക് മാഗ്നറ്റിക് മെറ്റീരിയൽ ആയ ഫെറൈറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി റേഡിയോ RF ട്രാൻസ്ഫോമറിൽ, അതായത് 20 മെഗാഹെർട്സ് ഫ്രീക്വൻസിയുള്ള RF ട്രാൻസ്ഫോമറിലും നമ്മൾ ഫെറൈറ്റ്സിനെ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ അനദർ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് സെറാമിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ഫെറൈറ്റ്സ് എന്ന് പറയുന്നത് ബീഡ്സാണ്, ഫെറൈറ്റ് ബീഡ്സാണ്. അപ്പോൾ നമുക്കറിയാം ഇത് പൗഡർ ചെയ്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ മാറ്റിയെടുത്ത് ഹൈ ടെമ്പറേച്ചറിൽ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫെറൈറ്റ്സിനെ ബീഡ്സിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് ഈ ബീഡ്സ് എടുത്ത് നമ്മൾ മാല കോർക്കുന്ന പോലെ ഒരു വയറ് ഈ ബീഡ്സിലൂടെ പാസ് ചെയ്യും. അപ്പോൾ നമ്മളൊരു മാല പോലെ കോർത്തെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യും, ഈ വയറിൽ കൂടെ, അതൊരു കണ്ടക്ടർ ആയിരിക്കണം ആ വയറ്, നമ്മൾ കറണ്ട് പാസ് ചെയ്യണം. അപ്പോൾ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചതാണ്. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നു. അതിൻ്റെ ചുറ്റിലും ഒരു സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫെറൈറ്റ് ബീഡിൽ കൂടെ നമ്മൾ വയറ് പാസ് ചെയ്തിട്ട് അതിൽ കൂടെ കറണ്ട് കടത്തി വിട്ടാൽ എന്ത് ചെയ്യും, അതിന് ചുറ്റാകെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ആ ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഫെറൈറ്റ് ബീഡ്സിൽ കൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബീഡ്സ് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫെറൈറ്റ് ബീഡ്സിനെ നമുക്ക് ഒരു എക്കണോമിക് RF ചോക്കായിട്ടും ഉപയോഗിക്കാം. അതൊരു റേഡിയോ ഫ്രീക്വൻസി ചോക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് ഫെറൈറ്റിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഫെറൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാം, അത് ഒരു സെറാമിക് മാഗ്നറ്റിക് മെറ്റീരിയലാണ്. ആ സെറാമിക് മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഫെറോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി, അതായത് സ്ട്രോങ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന ഫെറോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന സെറാമിക് മെറ്റീരിയലാണ് ഫെറൈറ്റ്സ് എന്ന് പറയുന്നത്. ഫെറൈറ്റ്സ് നമ്മൾ
ഇതൊരു സിന്തറ്റിക് മാഗ്നറ്റിക് മെറ്റീരിയലാണ്, നമ്മൾ ഉണ്ടാക്കിയെടുത്ത മെറ്റീരിയലാണ്, നാച്ചുറൽ കാണപ്പെടുന്ന മെറ്റീരിയൽ അല്ല. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന അയൺ ഓക്സൈഡിനെയും അതുപോലെ തന്നെ ബാരിയത്തിനെയും കൂടി നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് പൗഡറാക്കിയതിന് ശേഷം ഡിസൈർഡ് ഷേപ്പിൽ പ്രസ് ചെയ്തെടുത്ത് അതിന് ഹൈ ടെമ്പറേച്ചറിൽ ബേക്ക് ചെയ്താണ് നമ്മൾ ഫെറൈറ്റ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പോലെ തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് 50 മുതൽ 3000 വരെ ആണ്. അപ്പോൾ ഇത് ഇലക്ട്രിക്കലി ഇൻസുലേറ്ററുമാണ്, കറണ്ടിനെയൊന്നും ഇത് കടത്തി വിടുന്നുമില്ല, എന്നാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ റെഫ്രിജറേറ്ററിലെ ലാച്ചസിൽ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ RF ട്രാൻസ്ഫോമറായിട്ട് ഉപയോഗിക്കുന്നു, RF ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ ഫെറോമാഗ്നറ്റിക് ബീഡ്സ് ഉണ്ടാക്കാനും ഫെറൈറ്റ് ബീഡ്സ് ഉണ്ടാക്കാനും നമ്മൾ ഫെറൈറ്റ്സ് ഉപയോഗിക്കുന്നു. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.